മന്ത്രിസഭയിൽ ഉടൻ തന്നെ നിർണായകമായ അഴിച്ചുപണി ഉണ്ടായേക്കുമെന്ന സൂചനകൾ ദേശീയ രാഷ്ട്രീയത്തെ വീണ്ടും സജീവ ചർച്ചകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. പ്രധാന വകുപ്പുകളിൽ മാറ്റം വരുത്താനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമന് പകരം മുൻ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസിനെ പരിഗണിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു അപ്രതീക്ഷിത സാധ്യതയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. ആം ആദ്മി പാർട്ടി വിട്ട് അടുത്തിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന യുവ നേതാവ് രാഘവ് ചദ്ദയ്ക്കും മോദി മന്ത്രിസഭയിൽ ഇടം ലഭിച്ചേക്കാമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേര് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ യുവ നേതാക്കളിൽ ഒരാളാണ് രാഘവ് ചദ്ദ. രാജ്യസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായ അദ്ദേഹം തന്റെ പ്രസംഗ ശൈലിയിലൂടെയും വിഷയങ്ങളെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന രീതിയിലൂടെയും വളരെ വേഗത്തിൽ ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ വക്താവായും പ്രമുഖ നേതാവായും പ്രവർത്തിച്ച കാലത്ത് പാർട്ടിയുടെ മുഖ്യ ശബ്ദങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ 2026 ഏപ്രിലിൽ ആം ആദ്മി പാർട്ടി വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന അദ്ദേഹത്തിന്റെ തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ചുവടുമാറ്റങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. പഞ്ചാബിനെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭാംഗമായ അദ്ദേഹം BJP-യിലെത്തിയതോടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ തന്നെ മാറിയെന്ന വിലയിരുത്തലുകളും ഉയർന്നു. പ്രശസ്ത ബോളിവുഡ് നടിയായ പരിണീതി ചോപ്രയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. BJP-യിൽ ചേർന്ന മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ രാഘവ് ചദ്ദയുടെ പേരും ഉയരുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. പഞ്ചാബിനെ പ്രതിനിധീകരിക്കുന്ന മുഖമായി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. യുവജനങ്ങൾക്കിടയിലെ സ്വാധീനം, ഭരണപരമായ വിഷയങ്ങളിലുള്ള അറിവ്, സാമ്പത്തിക രംഗത്തെ പ്രവൃത്തി പരിചയം എന്നിവ അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കേന്ദ്ര സർക്കാരോ ഭാരതീയ ജനതാ പാർട്ടിയോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അതിനാൽ നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ മാധ്യമ റിപ്പോർട്ടുകളുടെയും രാഷ്ട്രീയ അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളവ മാത്രമാണ്. രാഘവ് ചദ്ദ ഒരു സൈദ്ധാന്തിക സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലെങ്കിലും ധനകാര്യ മേഖലയിലെ മികച്ച പ്രായോഗിക പരിചയം അദ്ദേഹത്തിനുണ്ട്. ഡൽഹി സർവകലാശാലയിൽ നിന്ന് വാണിജ്യ വിഷയത്തിൽ ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് ചാർട്ടേഡ് അക്കൗണ്ടന്റായി യോഗ്യത നേടി. തുടർന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഉയർന്ന പഠനവും പൂർത്തിയാക്കി. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ധനകാര്യ സ്ഥാപനങ്ങളായ ഡെലോയിറ്റിലും ഗ്രാൻഡ് തോൺടണിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഡൽഹി സർക്കാരിന്റെ ബജറ്റ് തയ്യാറാക്കുന്നതിൽ ധനമന്ത്രിയുടെ ഉപദേശകനായി പ്രവർത്തിക്കുകയും പൊതുധനകാര്യ വിഷയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. പാർലമെന്റിന്റെ ധനകാര്യ സ്ഥിരം സമിതിയിലെ അംഗമെന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ധനകാര്യ മാനേജ്മെന്റ്, പൊതു ബജറ്റിംഗ്, നികുതി, സാമ്പത്തിക നയരൂപീകരണം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള പ്രായോഗിക അറിവ് തന്നെയാണ് രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന നടന്നാൽ അതിൽ രാഘവ് ചദ്ദയ്ക്ക് ഇടം ലഭിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല. ചിലർ അദ്ദേഹത്തിന് സമ്പൂർണ്ണ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മറ്റു ചിലർ സഹമന്ത്രി സ്ഥാനത്തിനാണ് കൂടുതൽ സാധ്യത കാണുന്നതെന്ന് വിലയിരുത്തുന്നു. എന്തായാലും അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. അതുവരെ പുറത്തുവരുന്ന വാർത്തകളും ചർച്ചകളും രാഷ്ട്രീയ അഭ്യൂഹങ്ങളുടെ ഭാഗമായാണ് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.